10:50 ഇത് സംഭവിക്കുന്നത്. സംഭവിച്ച ഉടൻ തന്നെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മുഴുവനും ആ രക്ഷാപ്രവർത്തനത്തിലോട്ട് ഇറങ്ങിയായിരുന്നു. 11:03 ഫയർ ഫൈറ്റിങ്ങിൻ്റെ ആൾക്കാർ വന്നു. അതുപോലെ 11:15 വാസവൻ മിനിസ്റ്ററും അതിനുശേഷം ഉടൻ തന്നെ മിനിസ്റ്ററും വന്നായിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഓർഡർ ഇട്ടായിരുന്നു. എന്നിട്ട് ഇവിടെ തുടങ്ങുകയും ചെയ്തു. ഫയർ ഫൈറ്റിംഗ് 11:03 വന്നായിരുന്നു, 11:03. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഓരോ മുറികളിൽ നിന്ന് അകത്തുനിന്ന് തന്നെ ആൾക്കാരെ അതിൻ്റെ അകത്ത് പെട്ട 2 പേരെ ഉടനെ മാറ്റിയായിരുന്നു. ഈ ഒരു പറഞ്ഞ പേഷ്യൻ്റ് ഇതിൻ്റെ അകത്തായിരുന്നു. പേഷ്യൻ്റ് അല്ല, അവർ ഒരു ബൈസ്റ്റാൻഡറായിരുന്നു. ഈ 2 പില്ലേഴ്സിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഒരുപാട് റൂബിൾസ് അതിൻ്റെ മേളിലുണ്ടായിരുന്നു. അപ്പോൾ JCB ഒരു ഏകദേശം 11:30 കഴിഞ്ഞ ഉടനെ എത്തിയായിരുന്നു. 2 JCB വന്നായിരുന്നു. ആ JCB റൂബിളൊക്കെ മാറ്റിയ ശേഷമാണ് ഈ പില്ലറിൻ്റെ ഇടയിൽ നിന്ന് ഇവർ അകപ്പെട്ടിരുന്നത് അവരെ മാറ്റുകയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നു ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 120 പേഷ്യൻ്റ് ആ 2 ഫ്ലോറിലുള്ള പേഷ്യൻസിനെ മാറ്റിയായിരുന്നു. 330 പേഷ്യൻസാണ് ഇപ്പോൾ മൊത്തത്തിൽ ഈ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുള്ളത്.